നല്ല കിടിലൻ ഡിഫൻഡർ, അതും വെള്ള കളറ്, കാണാൻ നല്ല ലുക്കുണ്ട്. നമ്മുടെ വിഷയം ഡിഫൻഡർ ഒന്നുമല്ല. ഇന്ന് നമ്മൾ മണപ്പുറത്തേക്ക് പോവുകയാണ്, ആലുവ മണപ്പുറത്തേക്ക്. ശിവരാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ പോകുന്നത്. അതായത് 27-ാം തീയതിയാണ് നമ്മളെന്താ പറയുക ആലുവ മണപ്പുറത്തേക്ക് പോകുന്നത്. റോഡിൻ്റെ അരികിൽ തിന്നാനുള്ള ഐറ്റംസുമായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണയായിട്ട് ഇവിടെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ പാലത്തുമ്മലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കയറുന്ന വഴിക്ക് ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്, മാസ്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മൾ 2 മാസ്കൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ കളിപ്പാട്ടങ്ങളുണ്ട്, ഐസ്ക്രീം, അങ്ങനെ തുടങ്ങി സാധാരണ നമ്മൾ കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് നമ്മുടെ മറ്റേ വെള്ളത്തിലോടുന്ന ബോട്ട് ഉണ്ട്. കുറേ ആയി ഇപ്പോൾ കണ്ടിട്ട് ഈ ഒരു ബോട്ട്. ഞാൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര കിടിലമായിട്ടുണ്ട്. കുറേ ലൈറ്റ്, പ്രത്യേക രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പാലത്തുമ്മിലൂടെ അങ്ങ് പോവുകയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് യന്ത്രൂഞ്ഞാലൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എടുത്തെത്തുമ്പോൾ ഭയങ്കര കിടിലാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ അത് രണ്ടും നിന്നെന്ന് തോന്നുന്നു. ഇല്ല, ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും തിരക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം എന്താ പറയുക തിരക്കൊന്നും അങ്ങനെ ഇല്ലാത്തത്. നമ്മൾ ഭയങ്കര തിരക്ക് ഒക്കെയാണ് മനസ്സുണ്ടായിരുന്നത്, പക്ഷെ അത്രയും തിരക്കുകളൊന്നുമില്ല. പൊടിയൊന്നും പാറുന്നൊന്നുമില്ല. നമ്മൾ മാസ്ക് മേടിച്ചത് വെറുതെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ അതെ, ശിവരാത്രി മഹോത്സവം 2025 എന്ന് പറഞ്ഞ് നമ്മളെ സ്വാഗതം ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നോക്കിയാൽ ഫുൾ കാർപ്പറ്റ്, നിലത്ത് ഫുൾ ആ ഒരു പരവതാനി വിരിച്ച് സെറ്റപ്പാണ്. അതുകൊണ്ട് പൊടി കാര്യങ്ങളൊന്നുമില്ല. സത്യം നമുക്ക് മാസ്കിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയാണ് യന്ത്രൂഞ്ഞാലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ എടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറയിൽ നോക്കുമ്പോൾ കുറേ ദൂരെയാണ്, പക്ഷേ ശരിക്കും നമ്മൾ അത്യാവശ്യം എടുത്ത് എത്തിയിട്ടുണ്ട് യന്ത്രൂഞ്ഞാലിൻ്റെ. കുട്ടികളുടെ ശ്രദ്ധ പിടിച്ച് പറ്റാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഗൈസ്. മരണക്കിണറൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷേ അതിൻ്റെ വിലയൊന്നും പുറത്ത് എഴുതി വെച്ചിട്ടില്ല. കണ്ടാൽ പിന്നെയും കാണാൻ തോന്നുന്നതാണ് പുള്ളി പറയുന്നത്. ഈ കുരങ്ങനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം ഗുണ കേവൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൽക്കാലം അതിൽ കയറി കാശ് കളയുന്നില്ല. ഇവിടെ കുട്ടേട്ടനെയും കൂട്ടരെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗോസ്റ്റ് ഹൗസ് തുടങ്ങിയ എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട്. അപ്പോൾ പൊട്ടി വീഴുകയാണെങ്കിൽ ഇത്രയും ബൈക്കുകൾ അതിൽ ഒരാൾ മാത്രമേ പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അവൻ ഒറ്റയ്ക്ക് വന്നവനാണ്. ഫാമിലി ഗെയിം എന്നിട്ടൊരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, റിങ് എറിഞ്ഞ് വീഴ്ത്തുക, അതുപോലെ ഗ്ലാസ് പന്ത് കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുക,
അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ഫാമിലി ഗെയിംസിൻ്റെ സെക്ഷനിൽ വരുന്നത്. അങ്ങനെ ഇതിനകത്തുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ്. നന്ദി, വീണ്ടും വരിക എന്നൊക്കെ എഴുതി നമ്മൾ പറഞ്ഞേക്കുകയാണ്. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ കണ്ട അതേ സംഭവം. ഇവിടെ കാർപ്പറ്റൊന്നും അങ്ങനെ വിരിച്ചിട്ടില്ല. ഇപ്പോൾ പറത്തിയ ഈ ബബിൾസ് നമുക്ക് വേണ്ടി പറത്തിയതാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് തന്നെയാണ് പുള്ളി അത് ചെയ്തത്. എന്തായാലും ആ ചേട്ടന് വലിയ താങ്ക്സ്.